പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് ഭാര്യ വീട്ടിൽ നിന്ന് നേരെ വന്ന് നിയമസഭാംഗമായിട്ടോ അല്ലാതെയോ സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായൊന്നുമല്ല. പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് ഭാര്യ വീട്ടിൽ നിന്ന് നേരെ പോയി സംസ്ഥാനത്തെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായൊന്നുമല്ല. PA മുഹമ്മദ് റിയാസ് SFI മുതൽ ഓരോ പടവും ചവിട്ടിക്കയറി തന്നെയാണ് സംസ്ഥാന മന്ത്രിപദം വരെ എത്തിയത്. മരുമകനായതുകൊണ്ട് മാത്രം മന്ത്രിയാകാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ ഒരിടത്തും എഴുതി വച്ചിട്ടുമില്ല. AN ഷംസുദ്ദീന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറെ പേരെടുക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ റിയാസിനും മന്ത്രിയാകാൻ സാധിക്കും. റിയാസിൻ്റെ മരുമകൻ കളിയെക്കുറിച്ച് CPMനുള്ളിൽ തന്നെ രഹസ്യമായി കരുക്കൾ നീക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നാൽ ഈ കൂട്ടർ പിണറായി വിജയൻ എന്ന അമ്മായിയച്ഛൻ കളിയെപ്പറ്റി ഒന്നും മിണ്ടില്ല, വിറയ്ക്കും. അതുകൊണ്ട് മരുമകൻ ഫാക്ടറിയിൽ പിടിച്ചു കുലുങ്ങുന്നു, വീണാൽ വീഴട്ടെ എന്ന പ്രതീക്ഷയോടെ. രണ്ടാം പിണറായി സർക്കാരിൽ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ഒന്നുമല്ല. CPM പോളിറ്റ് ബ്യൂറോ അനുമതിയോടെയല്ലേ രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. അപ്പോൾ തോന്നാത്ത ചുരുക്ക് ഇപ്പോൾ ഒരു റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞപ്പോഴൊക്കെ എന്തിനാണ്, ആർക്കാണ്? അത് പാർട്ടി നേതൃത്വത്തിന് വ്യക്തമായി അറിയാം. അടുത്ത വർഷം തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് നേതൃത്വം മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ കാണാമായിരുന്നു. CPMൽ മക്കത്തായവും മരുമക്കത്തായവുമാണെന്നൊക്കെ പറഞ്ഞ് ഒരു SFI കുഞ്ഞ് തിരുവനന്തപുരത്തെ BJP ബസ്സിലേക്ക് ഓടിച്ചെന്ന് ചാടിക്കയറിയിട്ടുണ്ട്. മുൻ SFI സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായിരുന്നത്രേ ഗോകുൽ ഗോപിനാഥ്. BJPയിൽ ചേർന്നോ? BJP സംസ്ഥാന അധ്യക്ഷൻ IT വിദഗ്ധൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. അതോടെ എല്ലാമായെന്ന് SFI കുഞ്ഞ് കരുതിയാൽ അവിടം കൊണ്ട് കാര്യങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. തൻ്റേതൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്നും CPMലെ പെട്ടുതൂക്കക്കാരുടെ ശിങ്കിടിയായിട്ടല്ല താൻ ജനിച്ചതെന്നും പറയുന്നത് കേട്ടു. കുറിയിടേണ്ടി വരും, അമ്പലത്തിൽ പോകേണ്ടി വരും, ഷട്ടൂരി തൊഴേണ്ടി വരും. ഇതുവരെ വിളിച്ച് ശീലമില്ലെങ്കിലും ആ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ കേട്ട് ശീലിച്ച ഇൻകിലാബ് വിളി ഉപേക്ഷിച്ച് ബോലോ ഭാരത് മാതയ്ക്ക് ജയ് വരെ വിളിക്കേണ്ടി വരും. നമ്മളും വിളിക്കാറുണ്ട് ഭാരത് മാതയ്ക്ക് ജയ് എന്ന്. പക്ഷേ BJPയുടെ കണക്കിന് അതിൽ ബോലോ ചേർക്കില്ല എന്ന് മാത്രം. അതുമാത്രമല്ല, RSS എന്നൊരു വിഭാഗമുണ്ട് BJPയെ സംരക്ഷിച്ചുകൊണ്ട്. മിലിറ്ററി ഏരിയയിൽ മിലിറ്ററി പോലീസ് പോലെ അവർക്ക് വിധേയരാകണം. ABVP കുഞ്ഞുങ്ങളെ എങ്ങാനും ടിയാൻ നോവിച്ചിട്ടുണ്ടോ എന്ന് അവർ ഇനിയും ചികഞ്ഞു നോക്കും. അങ്ങനെ വന്നാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും ഗോകുലെ. സത്യസന്ധമായി ചുമതല വഹിക്കാൻ കഴിയാത്ത സംഘടനയായി SFIയും DYFIയും മാറിയെന്ന് തള്ളിപ്പറഞ്ഞായിരുന്നു ഈ ഗോകുൽ ഗോപിനാഥ് BJPയുടെ അംഗത്വം ഏറ്റുവാങ്ങിയത്. BJP രണ്ടാം ഓപ്ഷനില്ല, തൻ്റെ ഇഷ്ടമാണെന്ന് പ്രാസത്തിന് സുരേഷ് ഗോപി ഡയലോഗ് പോലെ അടിച്ചു വിടുകയും ചെയ്തു. മാറി നിന്നുകൊണ്ട് ഒന്ന് ചോദിക്കട്ടെ, ശരിക്കും എന്താണ് ഗോകുലിന് പറ്റിയത്? ഗോകുൽ എന്ന മുൻ SFIക്കാരൻ BJPയിലേക്ക് പോയതുകൊണ്ട് ഇടത് പ്രസ്ഥാനത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല, BJPക്ക് കാര്യമായൊന്നും കിട്ടാനുമില്ലെന്നത് ഒരു സത്യം. പിന്നെ ഒരു മദ്യക്കുപ്പി കഥ കേട്ടല്ലോ. തിരുവനന്തപുരത്തെ സംസ്കൃത കോളേജിൽ മദ്യപിച്ച് ഡാൻസ് കളിച്ചതിന് 2021 4 വർഷം മുമ്പാണ് SFI ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ഗോകുൽ പാർട്ടി നടപടി നേരിട്ടിരുന്നു. അത് ഗോകുൽ തന്നെ തുറന്നു പറയുന്നു. എന്നാൽ മദ്യപിച്ച് നൃത്തം ചെയ്തു വന്നത് ചിലർ മെനഞ്ഞ കഥ മാത്രമാണെന്ന് ഗോകുൽ പറയുന്നു. 4 വർഷം മുമ്പുള്ളത് ഇപ്പോഴാണോ ഗോകുലെ തികട്ടി പുറത്തു വരുന്നത്? വീഡിയോയിൽ തൻ്റെ കയ്യിൽ മദ്യക്കുപ്പി ഇല്ല. വ്യക്തിഹത്യ നടത്താനും ചുമതലകളിൽ നിന്ന് മാറ്റാനും CPM നേതാക്കൾ നൽകിയ നിർവചനമാണ് ഈ മദ്യപാന കഥ എന്നാണ് ഗോകുലിൻ്റെ ആരോപണം. നന്നായി. BJP പോയിട്ട് RSSലെ പ്രചാരകർ പോലും സഹിക്കാത്തൊരു കുമ്പസാരമാണ് ഗോകുലെ നടത്തിയത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ, ഗോകുൽ CPMൽ നിന്നല്ല, അല്ല SFIയിൽ നിന്നും എന്തുകൊണ്ടാണ് അകലാൻ കാരണമെന്ന്. ഗോകുൽ അകന്നതല്ല, SFI നേതൃത്വം കുപ്പിക്കഴുത്തിന് പിടിച്ച് മാറ്റി നിർത്തിയതാണ്. അന്നേ എടുത്ത് പുറത്തു കളയാൻ പറഞ്ഞതാണ്, കേട്ടില്ല, ഇപ്പോൾ അനുഭവിച്ചോ എന്ന് തലസ്ഥാനത്തെ SFI ചുമതലയുള്ള ഒരു CPM നേതാവ് കഴിഞ്ഞ ദിവസം ഈ BJP ബസ്സിലേക്ക് ചാടിക്കേറിയ വാർത്ത കേട്ട് പറയുന്നതും കേട്ടു. പോണത് പോകട്ടും പോടാ, ലക്ഷം പിന്നാലെ. അതും അതേ നേതാവ് തന്നെ പിന്നെയും പറയുന്നത് കേട്ടു. അപ്പോഴാണ് മനസ്സിലായത്, ഗോകുൽ പോയതുകൊണ്ട്, ഒരു ഗോകുലോ 2 ഗോകുലോ പോയതുകൊണ്ട് CPMന് ഒന്നും സംഭവിക്കാനില്ലെന്ന്. CPMനെതിരെ വരുന്ന അമ്മായിയപ്പൻ മരുമകൻ കഥകളും മറ്റ് പെട്ടുതൂക്കൽ കഥകളുമൊക്കെ അങ്ങനെ തന്നെ തുടരും. നേതാക്കളായി തന്നെ തുടരും. അണികൾ വളർന്ന് വീണ്ടും നേതാക്കളാകും. ഇതുപോലെ പാഴ്ജന്മങ്ങൾ BJPയിലേക്കും കോൺഗ്രസിലുമൊക്കെ പോകും. അവിടെ ചെന്നിട്ട് ശേഷം പിന്നെ പറയാം. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.